ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്ക് സമ്പത്ത്. സമ്പത്ത് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് അക്കൗണ്ട് നിറയെ ക്യാഷ് ഉണ്ടാവുന്നവരാണ് സമ്പന്നരും, വലിയ മാളിക വീടുള്ളവരാണ് സമ്പന്നരെന്നൊക്കെയാണ്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നല്ല ആരോഗ്യം സമ്പത്താണ്, നല്ല റിലേഷൻഷിപ്പ് സമ്പത്താണ്, നമ്മുടെ മക്കൾ സമ്പത്താണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് സമ്പത്താണ്, വിദ്യാഭ്യാസം സമ്പത്താണ്. സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സമ്പത്ത് നമ്മുടെ കയ്യിലോട്ട് വരിക. ആ സമ്പത്തിനെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കണം. ഒരു കറണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങൾ ഷോക്കാകുക, വാട്ടർ ബില്ല് കെട്ടുമ്പോൾ ഷോക്കാകും, റെൻറ്റ് കൊടുക്കുമ്പോൾ ദേഷ്യത്തോടെ കൊടുക്കും, ഒരു ഓട്ടോ ചാർജ് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ പ്രാഗിക്കൊണ്ട് കൊടുക്കും. അങ്ങനെയൊന്നും നിങ്ങൾ കൊടുക്കാതെ ഈ ക്യാഷിനെ ഇങ്ങനെയുള്ള കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തോടെ കൊടുക്കുകയാണെങ്കിൽ ആ സമ്പത്ത് നമ്മൾക്ക് വീണ്ടും നമ്മുടെ കയ്യിൽ നിറയെ വരും. കാരണം മണി എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കണം. സ്നേഹമില്ലാതെ വെറുപ്പോടുകൂടി ചിലവാക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് സമ്പത്ത് എന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തും ആർക്കും കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് നമ്മളതൊരു ഇഷ്ടത്തോടെ കൊടുക്കുകയാണെങ്കിൽ ആ ക്യാഷ് എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ രണ്ടിരട്ടിയായിട്ട് തിരിച്ചു വരും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു ഓൾ.